ഹലോ, എല്ലാവർക്കും മനക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമുക്ക് വാഴപ്പൂ അഥവാ കുടപ്പൻ കൊണ്ടുള്ള ഒരു തോരൻ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുടപ്പൻ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് നന്നായിട്ട് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ അരിഞ്ഞെടുക്കാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് ഒരു കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തിട്ട് അതിലൊരു പാൻ വെച്ച് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇഷ്ടമുള്ള ഓയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ഒരുവിധം ചൂടാവുമ്പോൾ നമുക്കിതാ ഈ നമ്മൾ വാഴപ്പൂ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം സിമ്മിൽ ഇടാം കേട്ടോ എപ്പോഴും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നമ്മൾ നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം ഇതുപോലെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ വാഴപ്പൂ തോരൻ അഥവാ കുടപ്പൻ തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.